ഞാനൊരു 25 വർഷത്തോളമായിട്ട് ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ജൈവ കൃഷിയുടെ ഈ ചെലവ് കാര്യങ്ങൾ ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പം പുറമേ നിന്ന് സാധനങ്ങൾ വാങ്ങിയെടുക്കും. അപ്പം നമ്മൾ സ്വന്തമായ രീതിയിലൊരു കാര്യം ഈ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ പുറമേ നിന്ന് ഒരു സാധനം ഇപ്പോൾ എല്ലാവർക്കും കൃഷി നഷ്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ചെലവ് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് എന്ത് സാധനം വാങ്ങിക്കഴിഞ്ഞാലും അത് നമ്മൾ നഷ്ടത്തിലേക്ക് കലാശിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചെടികൾക്ക് വേണ്ടുന്നുള്ള സാധനങ്ങൾ പോഷക സമൃദ്ധമായിട്ടുള്ള നമ്മുടെ കമ്പോസ്റ്റ് എന്ന സാധനമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികളുടെ സ്വഭാവം മൊത്തം മാറി, അതിൻ്റെ വളർച്ച കൂടി, അതിൻ്റെ കായ്ഫലങ്ങൾ ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പഴത്തിന് ഒരു പ്രത്യേക ഒരു സുഗന്ധം ഉണ്ടാകും. നമ്മൾ റൂമിനുള്ളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ മുഴുവൻ ഇതിൻ്റെ ആ ഒരു സുഗന്ധം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കടയുണ്ട്. അവിടെ അവർ എന്നോട് പറഞ്ഞു വിടും, ഈ വലിയ വാഴക്കൊല ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണം, അവർ എത്ര ഉണ്ടെങ്കിൽ എടുത്തോളാന്ന്. എന്നുവെച്ചാൽ അവർക്കത് നന്നായിട്ട് സെയിലാവുന്നുണ്ട്. ഇത് 1 കിലോ വാങ്ങുന്നവനൊക്കെ 2 കിലോ വാങ്ങി പോകുന്നുണ്ട്. ഇത് ആദ്യം നമ്മളെ അറിയിക്കുന്നത് പക്ഷികളാണ്. ഇപ്പം നമ്മുടെ ഇത് കവർ ചെയ്തിട്ടേക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സയൻറ്റിസ്റ്റിനെ പരിചയപ്പെട്ടു. നമ്മുടെ ഒരു തൃശ്ശൂർകാരനായ വേണുഗോപാൽ സാർ. അദ്ദേഹം എന്നെ കുറെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. അപ്പൊ അദ്ദേഹമാണ് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കവർ ചെയ്യുന്നതിന്റെ ഗുണം എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ വയനാട്ടിലൊക്കെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉറുമ്പ് കയറി കൂടാറുണ്ട്. അപ്പൊ നമ്മളിത് വെട്ടുന്ന സമയത്ത് കണ്ടമാനം ഉറുമ്പായിരിക്കും. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുക എലി, അണ്ണാൻ, അങ്ങനെയുള്ള സാധനമൊക്കെ കൂട് കൂട്ടി ഇതിനകത്തിരിക്കും. എലി ഉണ്ടെങ്കിൽ പാമ്പ് വരും. അപ്പൊ ഇങ്ങനെ കവർ ചെയ്തിട്ട് കഴിഞ്ഞാല് ഈ ഭാഗ സാധനങ്ങളൊന്നും ഇതിനകത്ത് ഓർഗാനിക് ആയതുകൊണ്ട് ഇതെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതിലുള്ള അങ്ങനെയുള്ള സാധനം കയറി ഇരിക്കില്ല. പിന്നെ ഈ കായ്ക്ക് ഒരു പോറലോ ഒരയലോ അങ്ങനത്തെ ഒരു സംഭവമില്ല. പിന്നെ മാത്രമല്ല ഈ ഒരു വാഴക്കൊല ഉണ്ടാകുന്നതിന് ചെലവ് 0. പിന്നെ ഈ വാഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ വാഴ ടിഷ്യൂ കൾച്ചർ തൈകളെ ഞാൻ വെക്കുക. ഇതിന്റെ വാഴക്കണ്ണ് ഉപയോഗിക്കുന്ന പരിപാടി നമ്മളില്ല. ആദ്യം ഫസ്റ്റ് ഒരു വാഴ വെച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ആദ്യം ഒരു വാഴ വെച്ചു, അതിനൊരു കൊല ഉണ്ടായി, 45 കിലോ ഉള്ള ഒരു കൊല ഉണ്ടായി. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു കണ്ണ് നിർത്തി, 2 കണ്ണായിരുന്നു നിർത്തിയിരുന്നത്. അതും ഇത് ഏകദേശം ഒരു 40നോടടുത്തുള്ള 2 കൊലകൾ എനിക്ക് വാഴക്കൊലകൾ കിട്ടി. പിന്നെ ഇത് 3ാമത്തെ തലമുറയാണ്. 3ാമത്തെ തലമുറ ഇതുപോലെ 3. ഇപ്പോൾ ഇവിടെ കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ്. 3 കൊലകളുണ്ടായി. അപ്പോൾ ഇത് എത്ര ഉണ്ടെന്നും കൂടെ നമുക്ക് നോക്കണം. അങ്ങനെ നമുക്ക് ഒരു 4 തലമുറ വരെ പോവാം. എന്നിട്ട് അതിനുശേഷം ഇത് വെട്ടി പറിച്ച് കളഞ്ഞാൽ മതി. പിന്നെ അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ തൈകൾ നമുക്ക് കിട്ടുമ്പോൾ സമയത്ത് ഞാൻ വാങ്ങി ഇവിടെ വെക്കും. എന്നിട്ട് അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ സ്വന്തമല്ലേ പണിയെടുക്കുന്നത്. ചിലപ്പോൾ ഒരു വാഴക്കണ്ണ് നടാനേ, ചിലപ്പോൾ ഒരു തൈ നടാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നടും, ഇന്ന് നടും, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും 2 നടുന്നത്. അങ്ങനെ നട്ട് ഈ പണികളെല്ലാം മെല്ലെ തിന്നാൽ പനിയും തിന്നാം എന്നുള്ള